പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാന വീഡിയോ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇനി പുതിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ 80 മാർക്കിലാണ് എഴുത്തു പരീക്ഷ. അതിൽ പാസ്സാകാൻ വേണ്ടത് 26 ആണ്. അതിൽ അസൈൻമെന്റ് മാർക്കുകൾ ഇൻക്ലൂഡ് ചെയ്യില്ല. എന്നാൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥി 100-ൽ 33 മാർക്ക് എഴുതി പാസ്സാവണം. 3 മണിക്കൂറിന്റെ എക്സാമാണ്. 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. എക്സാമിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ലഭിക്കുന്നതാണ്. 2:15 to 2:30 വരെ. ഓക്കെ, 5 മാർക്കിന്റെ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി ഗാന്ധി കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. ഗാന്ധി ആശയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വികേന്ദ്രീകരണം എന്നാൽ എന്താണെന്നാണ്. എന്താണ് ഈ സാമ്പത്തിക വികേന്ദ്രീകരണം? സെൻട്രലൈസേഷൻ തന്നെ ഏകേന്ദ്രീകരണമാണ്, ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണം. സാമ്പത്തിക വികേന്ദ്രീകരണം എന്നാൽ എന്ത്? ഗാന്ധിയുടെ കൺസെപ്റ്റ് പ്രകാരം. അല്ലെങ്കിൽ മാർക്സിസം എന്താണ്? അതിന്റെ ബേസിക് ആയിട്ടുള്ള പോസ്റ്റുലറ്റ്സ് എന്തൊക്കെയാണ്? അതിന്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ കാണാൻ കഴിയും. ഓക്കെ, ഗൈഡിലും നമുക്കിതിൽ മലയാളത്തിൽ ഇതിന്റെ ആൻസറുകൾ കിട്ടുന്നുണ്ട്. അതിൽ എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ഷോർട്ട് ആക്കിയിട്ട് ഞാൻ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയിൽ പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. ഗാന്ധി ആർഗ്യൂഡ് ഫോർ, ഗാന്ധി അനുകൂലിക്കുന്നുണ്ട് ഡിവോൾഷൻ ഓഫ് എക്കണോമിക് പവർ ആണ്. ഡിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അധികാര വിഭജനാണ്. സാമ്പത്തികപരമായിട്ടുള്ള ശക്തി, അല്ലെ? സാമ്പത്തികപരമായിട്ടുള്ള ശക്തിയിലുള്ള അധികാര വിഭജനം. ഈ അഡ്വക്കേറ്റ് ഇത് ഫോളോ സ്റ്റെപ്പ് 2. അദ്ദേഹം ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് സാമ്പത്തിക അധികാര വികേന്ദ്രീകരണത്തെ. അതിൽ ഫസ്റ്റ് പറയുന്നത് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത ആകുക എന്നുള്ളതാണ്. വില്ലേജ് എക്കണോമി, അല്ലെ? ഈ റൂറൽ മേഖലയിലുള്ള വില്ലേജ് എക്കണോമിക്ക് സ്വയം പര്യാപ്തമാകുക. പ്രൊമോഷൻ ഓഫ് വില്ലേജ് ആൻഡ് സ്മാൾ കോട്ടേജ് ഇൻഡസ്ട്രി. അദ്ദേഹം കൂടുതൽ ഊന്നി പറയുന്നത് വില്ലേജ് ഇൻഡസ്ട്രീസുകൾ ഇവിടെ വളർന്നു വരണം. അതുപോലെ സ്മാൾ കോട്ടേജ്, ചെറുകിട കരകൗശല തൊഴിൽ വ്യവസായങ്ങളൊക്കെ വളർന്നു വരണം എന്നുള്ളതാണ്. അതായത് കൺസെപ്റ്റ് ഓഫ് സ്വദേശി യൂസ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസറാണ്. സ്വദേശ ഉൽപ്പന്നങ്ങൾ ഇവിടെ വളർന്നു വരണം, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റിവൈവൽ ഓഫ് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ് ആണ്. പുനരുജ്ജീവനം നടത്തണം. തദ്ദേശീയ വ്യവസായങ്ങളൊക്കെ ഇവിടെ പുനരുജ്ജീവനം നടത്തണം. അതേപോലെ തന്നെ ഐഡിയ ഓഫ് ട്രസ്റ്റ്, വിശ്വസ്തത എന്ന് പറയുന്ന ഒരു ഐഡിയ ഇവിടെ നടപ്പിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 5 മാർക്കിനാകുമ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഞാൻ 5 പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഈ 5 പോയിന്റ് നിങ്ങൾ ഓരോ പോയിന്റ് ഓരോ മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്താൽ 5 പോയിന്റ് 5 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ മാർക്സിസത്തെ കുറിച്ചിട്ടാണ്. ആ മാർക്സിസത്തിന്റെ ആൻസർ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നില്ലെങ്കിൽ ഈ ഗാന്ധി കൺസെപ്റ്റ് അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്ന ആൻസർ എഴുതിയാലും മതി. മാർക്സിസത്തെ കുറിച്ച് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗൈഡിൽ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. മാർക്സിസം എന്ന് പറയുന്നത് 5 മാർക്കിനാണ്. അപ്പൊ അതിനനുസരിച്ച് എഴുതണം. മാർക്സും ഏംഗൽസും കൂടി രൂപം കൊടുത്ത സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണ് മാർക്സിസം അഥവാ ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ലെനിൻ അതിനെ കൂടുതൽ പ്രവർത്തനരഹിതമാക്കി. തൽഫലമുണ്ടായ മാർക്സിസം ലെനിസത്തെ കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നുണ്ട്. 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, 1867 മൂലധനം എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നും മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നയങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യമാണ് കമ്മ്യൂണിസം. മാർക്സിസത്തിന്റെ പ്രധാന തത്വങ്ങൾ ചൂടെ കൊടുക്കുന്നുണ്ട്. മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഗൈഡിൽ 25ാമത്തെ പേജിലുണ്ട്. അതിൽ ചരിത്രത്തിന്റെ ഭൗതികവാദം പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്സിസത്തിൽ പറയുന്നത് വൈരുദ്ധാധിഷ്ഠമായ ഭൗതികവാദം പറയുന്നുണ്ട്. ഒക്കെ വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വർഗ സമരങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? സ്വകാര്യ സ്വത്തിന്റെ ആരംഭം മുതൽ സമൂഹം 2 വിരുദ്ധ ശക്തികളായി വിഭജിക്കപ്പെട്ടു. അതിൽ ആദ്യഘട്ടത്തിൽ അടിമകളും യജമാന്മാരും തമ്മിലുള്ള സംഘടനം, പിന്നെ
അടിയന്മാരും ഫ്യൂബൽ പ്രഭുക്കന്മാരും തമ്മിലുള്ള ഇതായി. പിന്നെ ആധുനിക യുഗത്തിൽ മുതലാളി വർഗവും തൊഴിലാളിയും തമ്മിലുള്ള സംഘടന, ഇതാണ് വർഗസമരം എന്ന് പറയുന്നത്. പിന്നെ മിച്ച മൂല്യ സിദ്ധാന്തമുണ്ട്. ഉൽപാദനത്തിന് വേണ്ടി സാമ്പത്തിക ശേഷി തൊഴിലാളികൾക്ക് ഇല്ലാത്തതിനാൽ വേതനം പറ്റിക്കൊണ്ട് അയാൾ തന്റെ അധ്വാനം മുതലാളിക്ക് വിളിക്കുകയാണ്. മുതലാളിമാരെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ അധപതനത്തെ കുറിച്ച് പറയുന്നുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ സ്ഥാപന ശേഷം ഭരണകൂടം സാമ്പത്തികവും രാഷ്ട്രീയമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുതലാളിത്തത്തെ ഒരു മർദ്ദനപരമായി മാർക്സ് രാഷ്ട്രത്തെ കണ്ടെത്തി. പിന്നെ പറയുന്ന മതം മയക്കുന്ന മനുഷ്യന്റെ കറുപ്പ് എന്ന് പറയുന്നത്, മതം ഒരു മയക്കുമരുന്നാണ് ലെനിൻ പറഞ്ഞത്. മതം ഒരു ചൂഷണോപാധിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദരിദ്രരായി തന്നെ നിലനിർത്തുവാനും ഭരണവർഗത്തെ സഹായിക്കാനുമാണ് മതങ്ങൾ എക്കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്. മതം സമ്പന്നന്റെ വിശിഷ്ട ഉപകരണവും പാവപ്പെട്ടന്റെ കടിഞ്ഞാണുമാണെന്ന് മതം ഒരു കൊടുവഞ്ചനവുമായിരുന്നു. അതേപോലെ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ പറയുന്നുണ്ട്. മുതലാളിത്തത്തിന്റെ ആശം കൊണ്ട് മാത്രം കമ്മ്യൂണിസം ഉണ്ടാവുന്നില്ല. മുതലാളിത്തത്തിന്റെ അംശങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ ഏറെക്കാലം എടുക്കുന്നതാണ്. പിന്നീട് സോഷ്യലിസം സ്ഥാപിക്കുകയും സോഷ്യലിസം കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു പാതയാകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. 5 മാർക്കിനാവുമ്പോൾ ഒരു 1.5 പേപ്പറെങ്കിലും മിനിമം എഴുതണം. അതിൽ നമുക്ക് കൂടിയാൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അടുത്ത 5 മാർക്കിന്റെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. 54ാമത്തെ ചോദ്യങ്ങൾ കാണും. 54ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് എക്സ്പ്ലെയിൻ എന്താണ് ലക്ഷ്യങ്ങൾ, അതേപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിൽസിന്റെ ഘടനയെ കുറിച്ചിട്ടൊക്കെ വിവരിക്കാനാണ് പറയുന്നത്. ഇത് നമുക്ക് UN-വുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏകദേശം 30ാമത്തെ ചാപ്റ്ററൊക്കെ നിങ്ങളുടെ ഗൈഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ UN-വുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാസമിതി എന്നാണ് സെക്യൂരിറ്റി കൗൺസിൽ. ആ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും ചുമതലകളും നിറവേറ്റാനുള്ള നിർവാഹക സമിതിയാണ് രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുകയാണ് ഇതിന്റെ പ്രാഥമിക ചുമതല. തുടക്കത്തിൽ 3 സ്ഥിരാംഗങ്ങളും അതേപോലെ തുടക്കത്തിൽ 5 സ്ഥിരാംഗങ്ങൾ. 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ചൈന. 6 അസ്ഥിരാംഗങ്ങളും സ്ഥിരമല്ലാത്ത അംഗങ്ങൾ. അങ്ങനെ മൊത്തം 11 അംഗങ്ങൾ ഉണ്ടായിരുന്നു രക്ഷാസമിതിയിൽ. 1965 അസ്ഥിരാംഗങ്ങളുടെ എണ്ണം 10 വർദ്ധിച്ചു. ഇപ്പോഴത്തെ രക്ഷാസമിതിയുടെ അംഗസംഖ്യ 15 അസ്ഥിരാംഗങ്ങളെ 2 വർഷ കാലാവധിയിൽ പൊതുസഭയാണ് തെരഞ്ഞെടുക്കുന്നത്. രക്ഷാസമിതിയിലെ ഓരോ അംഗത്തിനും ഓരോ വോട്ടാണുള്ളത്. സാധാരണ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഏതെങ്കിലും 9 അംഗങ്ങളുടെ അനുകൂല വോട്ടും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ 9 അംഗങ്ങളുടെ അനുകൂല വോട്ടും ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ രക്ഷാസമിതിയുടെ മറ്റ് ചുമതലകളൊക്കെ പറയുന്നുണ്ട്. ഡെലിബറേറ്റീവ് ചുമതലകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ 5 മാർക്കിനാണ്, അപ്പോൾ അതിനനുസരിച്ച് എഴുതണം. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അന്വേഷണം നടത്താനും ശുപാർശ ചെയ്യാനും രക്ഷാസമിതിക്ക് അധികാരമുണ്ട്. സാധാരണഗതിയിൽ അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അവ സമാധാനപരമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നു. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ രക്ഷാസമിതിക്ക് പ്രശ്നം ഏറ്റെടുക്കാം. അതനുസരിച്ച് രക്ഷാസമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. ആയുധ നിയന്ത്രണം സംബന്ധിച്ച സംവിധാനം ആസൂത്രണം ചെയ്യാനും രക്ഷാസമിതിക്ക് അധികാരമുണ്ട്. ഇത്രയെങ്കിലും നമ്മൾ 5 മാർക്കിന് എഴുതേണ്ടതാണ്. ഇത് 30ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്ക് ഗൈഡിലുണ്ട്. ഇനി ലാസ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അനലൈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. നിന്റെ ടു മേക്ക് ബോത്ത് UPSC ആൻഡ് SPSC ഇൻഡിപെൻഡന്റ് ഓഫ് എനി എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നാണ്. ഇത് 33ാമത്തെ ചാപ്റ്ററിൽ ഇതിൽ പറയുന്നുണ്ട്. ഗൈഡില് മലയാളത്തിൽ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. UPSC കുറിച്ചിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും നിയമനം നടത്തുന്നതിനെ തെരഞ്ഞെടുക്കുന്ന UPSC പരീക്ഷകൾ നടത്താറുണ്ട്. പ്രധാന യോഗ്യത ആവശ്യമുള്ള പദവികളിലേക്ക് സംയുക്തമായി ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് UPSC സംസ്ഥാനങ്ങളെ സഹായിക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ UPSCയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കണം. ഒന്ന് പറയുന്നത് കേന്ദ്രത്തിന് കീഴിലുള്ള സിവിൽ പദവിയിലേക്കുള്ള നിയമന രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. നിയമനം, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവയിൽ പാലിക്കേണ്ട തത്വങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്റെ കർത്തവ്യ നിർവഹണത്തെ തുടർന്നുണ്ടാകുന്ന അച്ചടക്ക നടപടികളെ നേരിടുന്നതിനുള്ള നിയമ നടപടികൾക്കുള്ള ചെലവുകൾക്കായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവകാശം ഉന്നയിക്കുമ്പോൾ. 5ാമത് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സേവിക്കുന്നതിനിടയിൽ
ഉണ്ടായ പരിക്കുകൾക്കെതിരെ നഷ്ടപരിഹാരം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ UPSC തങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനായി ഓരോ വർഷം പ്രസിഡന്റിനെ സമാപിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പൊതുഭരണ വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവും. സംസ്ഥാന ഗവർണറാണ് ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത്. 62 വയസ്സ് തികയുന്നവരെയോ 6 വർഷ കാലത്തേക്കോ കമ്മീഷൻ അംഗങ്ങൾക്ക് തുടരാം. അംഗസംഖ്യ ഭരണഘടന നിശ്ചയിച്ചില്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ പകുതി അംഗങ്ങൾ 10 വർഷമായെങ്കിലും സേവന പരിചയമുള്ള ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ സിവിൽ ഉദ്യോഗസ്ഥരായിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഗൈഡിൽ 232, 231, 32 പേജിലുണ്ടാവും. 33ാമത്തെ ചാപ്റ്ററിൽ നിങ്ങളത് നോക്കി പഠിക്കണം. അതോടെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.